വിഷു ഒക്കെ കഴിഞ്ഞില്ലേ? ഇത്തവണത്തെ വിഷുവിന് എനിക്ക് കിട്ടിയ കൈനീട്ടാണിത്. ഇങ്ങനെ കൈവച്ചാൽ ഓരോ സാധനം വാങ്ങി കാശ് തീരുന്ന വഴി കാണില്ല. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തു. ഇനിയെങ്കിലും കുറച്ച് സേവിങ്സ് വേണം. അതിനിപ്പോ എന്താ വേണ്ടത്? അതന്നെ മണി ബാങ്ക്. പിന്നെ എന്റെ മിക്ക വീഡിയോസിന്റെ കമന്റ്സിലും മണി ബാങ്ക് ഉണ്ടാക്കുമോ ചോദിച്ച് കുറെ റിക്വസ്റ്റ് വരും. എന്നാ പിന്നെ ഒരു വടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞാൽ മണി ബാങ്ക് നമുക്ക് ഉണ്ടാക്കിയേക്കാം. ഇതിന് വേണ്ടി ഫസ്റ്റ് വന്നിട്ട് നിങ്ങളുടെ കയ്യിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന്റെ ഏതെങ്കിലും മൂലയ്ക്ക് കിടപ്പുണ്ടോ ഇങ്ങനെ ഒരു ബോക്സ്, അതങ്ങോട്ട് എടുക്കുക. ഇതിലും സിമ്പിൾ ആയിട്ട് ഇനിയൊരു മണി ബോക്സ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് ഈസിയാണ്, അതുപോലെ അത്രയ്ക്ക് അടിപൊളിയാണ്. ഞാനിവിടെ ക്രേപ്പ് പേപ്പർ വെച്ചിട്ടാണ് കവർ ചെയ്ത് കൊടുത്തത്. അതന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിലുള്ള ഡിസൈനർ പേപ്പറോ കളർ പേപ്പറോ എന്തിന് A4 പേപ്പർ ആയാലും മതി. A4 പേപ്പർ ആണെങ്കിൽ കുറച്ച് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് കൊടുത്ത് ഡിസൈൻ ആക്കിയാൽ മതി. ഇനി ഇതുപോലൊരു പേപ്പർ കട്ട് ചെയ്ത് നിങ്ങൾക്ക് എത്രയാണോ സേവിങ്സ് വേണ്ടത് അതിനനുസരിച്ച് എമൗണ്ട് ഓരോ കോളത്തിലും ഫില്ല് ചെയ്യുക. ഞാനിവിടെ ടോട്ടൽ 35,000 രൂപയാണ് എഴുതുന്നത്. 35,000 രൂപയായിട്ട് ഈ പെട്ടി വെട്ടിക്കുന്ന വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരാം. ഈ ഒരു 35,000 രൂപ എന്തിനാണെന്ന് ഞാൻ അപ്പൊ പറയാം. നിങ്ങൾക്ക് ഈ വിഷുവിന് എത്ര രൂപയാണ് കൈനീട്ടം കിട്ടിയതെന്ന് കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു മണി ബോക്സിന് 10ൽ എത്ര റേറ്റിംഗ് കൊടുക്കുന്നു കമന്റ് പറയണേ. ഇത്രയ്ക്ക് ഈസി ആയിട്ടും അടിപൊളിയായിട്ടും ഉണ്ടാക്കിയതില്ല. അതുകൊണ്ട് തന്നെ ലൈക്കും ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. ഓരോ എമൗണ്ട് ഇട്ട് കൊടുക്കുമ്പോൾ എത്ര രൂപയാണോ ബോക്സിൽ ഇടുന്നത് അതിനനുസരിച്ച് ആ എമൗണ്ട് ഒന്ന് വെട്ടി കൊടുക്കണേ.